സ്വാദിഷ്ടിലേക്ക് സ്വാഗതം. എഗ് ബുർജി തയ്യാറാക്കുന്ന വിധം കാണാം. പാൻ വെച്ച് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിനു ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി വഴറ്റുക. 3 മിനിറ്റ് ചെറുതായി ഒന്ന് വഴന്ന് വെന്തതിന് ശേഷം ചെറിയൊരു ക്യാപ്സിക്കം അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് വീണ്ടും നന്നായി വഴറ്റുക. 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റുക. മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് 2 മിനിറ്റ് നിർത്താതെ ഇളക്കി കൊടുക്കുക. നന്നായി ചിക്കി തോർത്തിയെടുക്കുക. 2 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എഗ് ബുർജി തയ്യാറായിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് ചോറിനുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.